എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ദുബായിൽ പോയിട്ടുള്ള അതെനിക്കൊരു സ്പെഷ്യൽ. ഞാൻ ഷാർജയിൽ നിന്ന് നമ്മളെ അബുദാബിയിലേക്ക് വരുന്ന ഒരു ട്രാവലും ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ട്രാവൽ വീഡിയോ. പിന്നെ അബുദാബി എന്ന് പറഞ്ഞെങ്കിൽ എന്തോ ഒരു എന്നൊക്കെ പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് ശരിക്കും പറയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം ഉപ്പ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് വളർന്നിട്ടുള്ള ഒരു പേരാണ് അബുദാബി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അധികം രാജ്യങ്ങളിലൊന്നും പോയിട്ടൊന്നുമില്ല, ആകെ പോയിട്ടുള്ളത് ഇവിടെ മാത്രമാണ് ശരിക്കും. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ പണ്ട് ഞാൻ 2014 അവിടെ കുറച്ചാളുണ്ടായിരുന്നു. ഒരു ജോബിൻ്റെ കാര്യത്തിനായിട്ട് അളിയൻ്റെ റൂമിലുണ്ടായിരുന്നു. അന്നും ഉണ്ടായിരുന്നു, അളിയനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ 2014 അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം റൈറ്റ് നൗ. ഇതാണ് ഇൻ്റർസിറ്റി ബസ്, ഷാർജയിൽ നിന്ന് വന്ന ബസ്. ഞങ്ങൾ വന്ന ബസ് പഴയ പോലെ തന്നെ ഉണ്ട്. ഞങ്ങളെ റണ്ണീഷൂട്ടനെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് ബാഗ് നല്ല ബാഗ് കൊടുത്തിട്ട് എന്തുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നത് എങ്ങനെയുണ്ട്? യാത്രയൊക്കെ എങ്ങനെയുണ്ട്? എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം 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 സുഖകരം. അതെ അതെ, എല്ലാവരും ഉണ്ട്, മക്കളുണ്ട്. അബുദാബി എടുക്കാം. അപ്പോൾ അബുദാബിയിൽ ഇവിടെ ഇത് മദീന സയ്യിദ് എത്തണം. ഈ സിഗ്നൽ കഴിഞ്ഞ് മദീന സയ്യിദ്. ഇതൊരു പുതിയ എത്തിസലാത്ത് ടവറാ കാണുന്നത്. അത് പുതിയതെന്ന് വെച്ചാൽ അത്രയും പുതിയ മീൻസ് കുറച്ച് പഴയത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും പഴയതുണ്ട് അപ്പുറത്തെ സൈഡില്. അതിന്റെ ഗോപുരം അവർ ഇളക്കിയെടുത്തു വരുമ്പോൾ അവരുടെ റൈഡോം എടുത്തു വരുന്നു. ആ അത് NMC. അതെ, അവിടെ ഇത് മദീന സയ്യിദ് ഷോപ്പിംഗ് സെന്റർ. ഇവിടെ എല്ലാ ഷിപ്പും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അബുദാബി പോർട്ടിലെ നമ്മളിപ്പോൾ യാസ് ഐലൻഡ് വഴി യാസ് ഐലൻഡിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ അത്രയും ദൂരത്ത് പോയില്ല. നമ്മൾ സാധ്യത്തിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ ബ്രിഡ്ജ് എടുത്തിട്ട് മാംഗ്രോവ്സിലേക്കാണ് പോകുന്നത്. അതെ, യെസ്. ഇത് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇവർ ഇത് വെച്ച് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊരു കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഇപ്പുറത്ത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡാണ്.
അവിടെ ആ കാണുന്ന അതാണ് ഞങ്ങളുടെ ബിൽഡിങ്, രണ്ട് ട്വിന്നായിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ തുറന്നു. അവിടെ ഒന്ന് എക്സിറ്റ് ചെയ്തൊന്ന് അതിലൂടെ ഒന്ന് കറങ്ങിയിട്ട് പോകണം. കണ്ടല്ലേ സമയം അതാണ് ലൂഫ്. അപ്പോൾ ഒരു ഡൂം പോലെ കണ്ടില്ല, ഡൂം. അത് ലൂഫ്. അതാണ് ആർട്ട് എക്സിബിഷനും ഇതെല്ലാം ഒരു മ്യൂസിയമാണ്. അത് ഇവിടെ എന്തൊക്കെയാ കുറേ ഡെവലപ്മെന്റ് കൾച്ചറൽ ഇതെന്തൊക്കെയാ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് ആണത് വരാൻ പോകുന്നു. അല്ല ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓൾറെഡി ഡെവലപ്മെന്റ് കണ്ടില്ല. ഇവിടെ സാധ്യത വരും. ഇവിടെ സാധ്യത കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളവിടെ ഇത് ചെയ്യാൻ പോണത്. എത്രയാണെന്ന് അറിയില്ല. പെയ്ഡ് ബീച്ചാണ്. ഒരു 7 തൊട്ട് 10 മില്യൺ കയ്യിൽ പോക്കറ്റിൽ എടുക്കണമെങ്കിൽ വേഗം നിർത്തുക, ഒരു വീട് വാങ്ങാൻ. ഇവിടുന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. അയ്യോ കണ്ടില്ല. ഇതൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ്. ഈ ലെഗോ ഹൗസില്ലേ അതാണത്, കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. കൺട്രോൾ സി കൺട്രോൾ ഡി. അതെ. ജുബൈൽ മാംഗ്രൂവ്. ആൾക്കാരുണ്ടല്ലോ. എവിടെ റൂട്ട്സ് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നാണ്. അത് ഉണ്ടാക്കിയത് ഉണ്ടല്ലോ അല്ലേ? എവിടെ ഇത് നഴ്സറി ആണ്. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് നാടാണോ ഇത് അബുദാബിയാണോ എന്നൊരു സംശയമായിട്ടാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അബുദാബിയിൽ വന്നപ്പോൾ ഇത്രമാത്രം ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം കാണിച്ചു തന്ന നമ്മളുടെ ബ്രദറിന് ഒരുപാട്, ബ്രദർ ആൻഡ് വൈഫിന് ഒരുപാട് നന്ദി. താങ്ക് യു. അപ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. സ്ഥലത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇത് ജുബൈൽ ഐലൻഡ്, മാംഗ്രൂവ് പാർക്ക്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ചെന്നോട്ടും മറ്റേ മാംഗ്രൂവ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ മാംഗ്രൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സായാഹ്ന സന്ധ്യയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാനും ആസ്വദിക്കാനും പറ്റിയില്ല. ഒരുപാട്. അഡിയോസ്. ഇത് കോർണിഷ്, അബുദാബി കോർണിഷില്ലേ? കോർണിഷ്. ഇത് ഇത്രമാത്രം കാണുന്നുണ്ടോന്നറിയില്ല, ക്ലാരിറ്റി കുറച്ച് ഇരുട്ടായതുകൊണ്ട്. ഇനി കുറച്ചുകൂടെ പോകാനുണ്ട്. അവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ ഇതായി വരും.
ടൗൺഷിപ്പ് പോയിട്ട് ഒന്ന് യൂട്ടേൺ എടുത്തിട്ട് വരാം. ഡെക്കറേഷൻ നല്ല രസമുണ്ട് കേട്ടോ. എന്നിട്ട് ഇതല്ല അത് കുറേ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അങ്ങനെ ഡ്രോപ്പ് ചെയ്യാനെത്തി. ഉണ്ട് റിനീഷ് ഉണ്ട് കൂടെ, പിന്നെ നമ്മളെ റേഷൻ്റെ വൈഫുണ്ട് കൂടെ. അപ്പോൾ അവരെന്നെ സി എഫ് ചെയ്യാൻ വേണ്ടി വന്നാണ്. നമ്മളെ എയർപോർട്ടിൽ കാണുന്നത് വിചാരിച്ചാൽ കാണുന്നത് അതെ.